ഏവർക്കും ഈ സ്കൂൾ ഇംഗ്ലീഷ് അക്കാഡമിയിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ജോബിൻ. ഈ ഒരു അധ്യായം തുടങ്ങുന്നതിന് മുമ്പ് ഒരു കാര്യം പറയട്ടെ. ഈ സ്കൂൾ ഇംഗ്ലീഷ് അക്കാഡമിയിൽ വിവിധ തരത്തിലുള്ള ഓൺലൈൻ ക്ലാസ്സുകൾ നടത്തപ്പെടുന്നു. നിങ്ങൾക്ക് സ്പോക്കൺ ഇംഗ്ലീഷ് പഠിക്കുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ അക്കാഡമിയുടെ ഗ്രാമർ ബേസ്ഡ് സ്പോക്കൺ ഇംഗ്ലീഷ് കോഴ്സ് ചൂസ് ചെയ്യാവുന്നതാണ്. കൂടാതെ ടീച്ചേഴ്സ് ആൻഡ് പാരൻസിനും യൂറോപ്പിലേക്കുള്ള ബസ് ആൻഡ് ട്രക്ക് ഡ്രൈവർമാർക്കുമുള്ള ഗ്രാമർ ബേസ്ഡ് സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസുകൾ നടത്തപ്പെടുന്നുണ്ട്. കൂടാതെ IELTS, UKVA, OET തുടങ്ങിയ കോഴ്സുകൾ ചെയ്യുന്നവർക്കും ആവശ്യമായിട്ടുള്ള ഗ്രാമറുകൾ പഠിപ്പിക്കുന്നുണ്ട്. ഇത്തരത്തിൽ ഏകദേശം 8ഓളം കോഴ്സുകൾ അക്കാഡമി പഠിപ്പിക്കുന്നുണ്ട്. നിങ്ങൾക്ക് അക്കാഡമിയുമായി കോൺടാക്റ്റ് ചെയ്താൽ ഞങ്ങൾ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഗൈഡൻസ് നൽകുന്നതായിരിക്കും. നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് വരാം. ഇംഗ്ലീഷ് പഠിച്ചു തുടങ്ങി സംസാരിക്കുവാൻ അല്പം കോൺഫിഡൻസ് കിട്ടിത്തുടങ്ങുമ്പോൾ മിക്ക ആൾക്കാർക്കും തോന്നാറുള്ള ഒരു ആശങ്ക മാത്രമാണ് ഞാൻ സംസാരിക്കുമ്പോൾ തെറ്റിപ്പോകുമോ എന്നുള്ളത്. ഈ ഒരു മാനസികാവസ്ഥയിൽ കൂടി കടന്നു പോകുന്നവരെ സംബന്ധിച്ച് അക്കാലയളവിൽ മറ്റൊരാളോട് പറഞ്ഞറിയിക്കുവാൻ പറ്റാത്ത നിലയിലുള്ള ഒരു അവസ്ഥയിലായിരിക്കും ഉള്ളത്. ഇത്തരം സാഹചര്യത്തിലൂടെ കടന്നു പോകുന്ന ചിലരെ സംബന്ധിച്ച് ഇത്തരത്തിലുള്ള സാഹചര്യത്തെ ഓവർകം ചെയ്യുവാൻ പറ്റാതെ സ്പീക്കിങ്ങിൽ നിന്നും ഉൾവലിഞ്ഞു നിൽക്കുന്നതായും കണ്ടുവരാറുണ്ട്. ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ ഇത്തരം ഒരു മാനസിക ബാറ്റിലൂടെ കടന്നു പോകുന്ന ആൾക്കാരെ ഇംഗ്ലീഷ് ഫ്ലെക്സിബിളായും സ്പോണ്ടേനിയസായും സംസാരിക്കുവാൻ സാധിക്കും എന്ന് എൻകറേജ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഈ ഒരു വീഡിയോയിൽ പറയുന്ന ഉദാഹരണങ്ങൾ പോലെ ഫ്ലെക്സിബിളായും സ്പോണ്ടേനിയസായും സംസാരിക്കുന്നതിന് കൃത്യമായ ബേസിക്കോടുകൂടി സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി പഠിച്ചെങ്കിൽ മാത്രമേ ഈ ഒരു സ്കില്ല് ഡെവലപ്പ് ചെയ്തെടുക്കുവാൻ സാധിക്കുകയുള്ളൂ. കൃത്യമായ രീതിയിൽ ഇംഗ്ലീഷ് പഠിക്കുവാൻ ശ്രമിച്ചവരെ സംബന്ധിച്ച് ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ തെറ്റിപ്പോകുവാൻ ചാൻസ് വളരെ വിരളമാണ്. കാരണം അവരെ സംബന്ധിച്ച് എങ്ങനെ ചോദിച്ചാലും അത് മനസ്സിലാക്കി ഫ്ലെക്സിബിളായി പറയുവാനുള്ള കേപ്പബിലിറ്റി അവർക്ക് ഉണ്ടാകും. അല്ലാതെ പഠിക്കുവാൻ ശ്രമിക്കുന്നവരെ സംബന്ധിച്ച് ഈ ഒരു സ്കില്ലിലേക്ക് എത്തിച്ചേരുവാൻ ഗ്രാമർ നന്നായി പ്രാക്ടീസ് ചെയ്യുക. സംസാരിക്കുമ്പോൾ തെറ്റിപ്പോകുമോ എന്ന് ആശങ്ക തോന്നുന്നവർ ആദ്യം മനസ്സിലാക്കിയിരിക്കേണ്ടത് ഇംഗ്ലീഷ് ലാംഗ്വേജിനെ പറ്റിയും അതിൻ്റെ പ്രത്യേകതകളും ആണ്. രണ്ടാമതായി മനസ്സിലാക്കിയിരിക്കേണ്ടത് മലയാള ലാംഗ്വേജിനെ പറ്റിയും അതിൻ്റെ സവിശേഷതകളും ആണ്. ഈ രണ്ട് കാര്യത്തെക്കുറിച്ചും അല്പമായി ചിന്തിച്ചാൽ തന്നെ പകുതി ആശങ്ക മാറ്റുവാൻ സാധിക്കും. ആദ്യം നമുക്ക് ഇംഗ്ലീഷ് ലാംഗ്വേജിനെ പറ്റിയും അതിൻ്റെ പ്രത്യേകതയെക്കുറിച്ചും ജസ്റ്റ് മനസ്സിലാക്കാം. ഇംഗ്ലീഷ് ഒരു ഫോറിൻ ലാംഗ്വേജ് ആണ്. ഈ ഒരു ഫോറിൻ ലാംഗ്വേജിനെ വിവിധ ആക്സന്റുകളിൽ കാണുവാൻ സാധിക്കും. ബ്രിട്ടീഷ് ഇംഗ്ലീഷ്, അമേരിക്കൻ ഇംഗ്ലീഷ്, കനേഡിയൻ ഇംഗ്ലീഷ്, ഓസ്ട്രേലിയൻ ഇംഗ്ലീഷ്, ഐറിഷ് ഇംഗ്ലീഷ് ആൻഡ് ഇന്ത്യൻ ഇംഗ്ലീഷ് എന്നിങ്ങനെ വിവിധ ആക്സന്റുകളിൽ ഇംഗ്ലീഷ് ലാംഗ്വേജിനെ കാണുവാൻ സാധിക്കും. ഇത്തരത്തിൽ വിവിധ ആക്സന്റുകളിൽ ഉള്ള ഇംഗ്ലീഷിനെ മെയിൻലി 2 പാർട്സുകളായി കാണുവാൻ സാധിക്കും. ഒന്ന് ഫോർമൽ ഇംഗ്ലീഷ് എന്നും രണ്ട് ഇൻഫോർമൽ ഇംഗ്ലീഷ് എന്നും. ഫോർമൽ ഇംഗ്ലീഷ് എന്ന് പറഞ്ഞാൽ ഒരു ഇംഗ്ലീഷ് സെന്റൻസിനെ കൃത്യമായ അടുക്കും ചിട്ടയോടും കൂടെ ഗ്രാമാറ്റിക്കൽ ഓർഡറിൽ പ്രസന്റ് ചെയ്യുന്നതിനെയാണ് ഫോർമൽ ഇംഗ്ലീഷ് എന്ന് പറയുന്നത്. IELTS സ്പീക്കിംഗ് സെക്ഷൻ ഫോർമൽ ഇംഗ്ലീഷിന്റെ പരിധിയിൽ പെടുന്നു. ഇൻഫോർമൽ ഇംഗ്ലീഷ് എന്ന് പറഞ്ഞാൽ ഒരു ഇംഗ്ലീഷ് സെന്റൻസിനെ കൃത്യമായ അടുക്കും ചിട്ടയും ഇല്ലാതെ ഗ്രാമാറ്റിക്കൽ ഓർഡറിനെ മുന്നോട്ടും പുറകോട്ടും ചേഞ്ച് ചെയ്ത് ഫ്ലെക്സിബിളായ രീതിയിൽ പ്രസന്റ് ചെയ്യുന്നതിനെയാണ് ഇൻഫോർമൽ ഇംഗ്ലീഷ് എന്ന് പറയുന്നത്. ഇൻഫോർമൽ ഇംഗ്ലീഷിന്റെ പരിധിയിലാണ് സ്പോക്കൺ ഇംഗ്ലീഷ്, അതുപോലെ നേറ്റീവ് സ്പീക്കിംഗ് ഇവയൊക്കെ വരുന്നത്. കൂടാതെ വേറെയും പ്രത്യേകതകൾ ഉണ്ട്. പിന്നീട് നമ്മൾ ഇവയെപ്പറ്റി സാവകാശം പഠിക്കുന്നതായിരിക്കും. നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഇതിൽ ഏതാണ് പഠിക്കേണ്ടത് എന്ന് ആദ്യം ഒരു തീരുമാനത്തിൽ എത്തുക. ഞാൻ ഫോർമൽ സ്പീക്കിംഗ് ആണോ പഠിക്കേണ്ടത് അതോ ഇൻഫോർമൽ സ്പീക്കിംഗ് ആണോ പഠിക്കേണ്ടത് എന്ന്. ഇപ്പോൾ നിങ്ങൾക്ക് ഇംഗ്ലീഷ് ലാംഗ്വേജിനെ പറ്റി ഒരു ഐഡിയ കിട്ടിയെന്ന് കരുതുന്നു. ഇനി നമുക്ക് മലയാള ലാംഗ്വേജിനെ പറ്റി അല്പമായി ചിന്തിക്കാം. അതിനു മുമ്പായി ഒരു മലയാളി തമിഴ്, കന്നഡ, ഹിന്ദി എന്നിങ്ങനെയുള്ള ലാംഗ്വേജ് എങ്ങനെയാണ് പഠിച്ചതെന്നുള്ള റോങ് മോട്ടിവേഷൻ കേട്ട് ഇംഗ്ലീഷ് ലാംഗ്വേജിനെ പഠിക്കുവാൻ ശ്രമിച്ചാൽ ഇംഗ്ലീഷ് ഭാഷാ പഠനം എന്നത് ടഫായ ഒരു കാര്യമായും ലെങ്തി പ്രോസസ്സായി തീരുവാനുമുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഇവയെപ്പറ്റി മറ്റൊരു വീഡിയോയിൽ പറയുന്നതായിരിക്കും. മലയാള ലാംഗ്വേജ് നമുക്ക് ടഫായി തോന്നാത്തതിന് കാരണം മലയാളത്തിലെ ഒരു സെന്റൻസിനെ ഫ്ലെക്സിബിളായ രീതിയിൽ പറയുവാൻ പറ്റുന്നു എന്നുള്ളതിനാലാണ്. നമുക്ക് ഒരു മലയാള സെന്റൻസിനെ വിവിധ രീതിയിൽ പറയുവാൻ കഴിയും. ഇവ എങ്ങനെ സാധിക്കുന്നു എന്നതിനെപ്പറ്റി ചിന്തിച്ചതിന് ശേഷം സംസാരിക്കുമ്പോൾ തെറ്റുമോ എന്ന് ഉദാഹരണ സഹിതം പഠിക്കാം.
അതിനായി നമുക്ക് ഒരു മലയാള സെന്റൻസ് എടുക്കാം. ഞാൻ ദിവസവും ഇംഗ്ലീഷ് സംസാരിക്കാറുണ്ട്. ഇതിനെ മറ്റൊരു രീതിയിൽ പറയാം. ഞാൻ ഇംഗ്ലീഷ് ദിവസവും സംസാരിക്കാറുണ്ട്. ദിവസവും ഞാൻ ഇംഗ്ലീഷ് സംസാരിക്കാറുണ്ട്. ഇതേ ആശയം തന്നെ ഞാൻ സംസാരിക്കാറുണ്ട് ഇംഗ്ലീഷ് ദിവസവും. ഇതേ ആശയം വീണ്ടും ഞാൻ ഇംഗ്ലീഷ് സംസാരിക്കാറുണ്ട് ദിവസവും എന്നും പറയാം. ഫൈനലി ഇംഗ്ലീഷ് ഞാൻ സംസാരിക്കാറുണ്ട് ദിവസവും എന്നും പറയുവാൻ കഴിയും. അതായത് നമ്മൾ ഒരേ ആശയത്തെ എത്ര രീതിയിലാണ് പറഞ്ഞത്? 6 രീതിയിൽ. ഒന്ന് ഞാൻ ദിവസവും ഇംഗ്ലീഷ് സംസാരിക്കാറുണ്ട്. 2 ഞാൻ ഇംഗ്ലീഷ് ദിവസവും സംസാരിക്കാറുണ്ട്. 3 ദിവസവും ഞാൻ ഇംഗ്ലീഷ് സംസാരിക്കാറുണ്ട്. 4 ഞാൻ സംസാരിക്കാറുണ്ട് ഇംഗ്ലീഷ് ദിവസവും. 5 ഞാൻ ഇംഗ്ലീഷ് സംസാരിക്കാറുണ്ട് ദിവസവും. 6 ഇംഗ്ലീഷ് ഞാൻ സംസാരിക്കാറുണ്ട് ദിവസവും. ഒരു മലയാള സെന്റൻസിനെ 6 രീതിയിൽ പറഞ്ഞ ഈ ഭാഗം സൂക്ഷ്മമായി പരിശോധിച്ചാൽ ആദ്യത്തെ 3 ശൈലിയിൽ ആയിരിക്കും ഏറ്റവും അധികം നമ്മൾ സംസാരിക്കുക. ബാക്കി വരുന്ന 3 ശൈലികൾ വളരെ അപൂർവമായി സംസാരത്തിൽ ഉപയോഗിക്കാറുള്ളൂ. ചുരുക്കി പറഞ്ഞാൽ മലയാളത്തിലെ ഒരു സെന്റൻസിനെ ഫ്ലെക്സിബിളായി ഏതൊരു അവസരത്തിലും ഉപയോഗിക്കുവാൻ കഴിയും. ഇവിടെ നമ്മൾ മലയാള ഗ്രാമറിനെ പറ്റി ചിന്തിച്ചോ? ഒരിക്കലും ഇല്ല എന്നാണ് ഞാൻ കരുതുന്നത്. നമ്മൾ ഒരേ ആശയത്തെ ഫ്ലെക്സിബിളായി വിവിധ രീതിയിൽ പ്രസന്റ് ചെയ്തു. വേണമെങ്കിൽ ഇനിയും നമ്മൾക്ക് ഈ ഒരു മലയാള സെന്റൻസിനെ കോംപ്ലിക്കേറ്റഡ് ആയി ഉപയോഗിക്കുവാൻ കഴിയും. എന്നാൽ ഇംഗ്ലീഷിന്റെ കേസിൽ വരുമ്പോൾ ഫോർമൽ ഇംഗ്ലീഷ് ഉപയോഗിക്കുമ്പോൾ ഗ്രാമർ മസ്റ്റായി ഫോളോ ചെയ്യണം. എന്നാൽ സ്പോക്കൺ ഇംഗ്ലീഷിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഫ്ലെക്സിബിളായ രീതിയിൽ ഉപയോഗിക്കാം. അതായത് ഇപ്പോൾ നമ്മൾ മലയാള സെന്റൻസിൽ കണ്ടതുപോലെ തന്നെ. പറഞ്ഞു വന്നതിന്റെ സാരം, ഞാൻ ദിവസവും ഇംഗ്ലീഷ് സംസാരിക്കാറുണ്ട് എന്ന സിമ്പിൾ സെന്റൻസിനെ മൊത്തത്തിൽ മലയാളത്തിൽ 6 രീതിയിൽ പറയുവാൻ കഴിഞ്ഞു. അതിന്റെ അർത്ഥം നമ്മൾ മലയാളത്തിൽ ഒരു സെന്റൻസ് പറയുവാൻ ശ്രമിച്ചപ്പോൾ തെറ്റിപ്പോകുവാൻ സാധ്യത വളരെ കുറവാണ്. അതല്ല, തെറ്റിപ്പോകുന്നു എന്ന ഘട്ടത്തിൽ എത്തിച്ചേർന്നപ്പോലും നമ്മൾ അതൊരു മറ്റൊരു രീതിയിൽ ആ ആശയത്തിൽ കൊണ്ട് എത്തിക്കും. ഈ ഒരു രീതിയെ ആണ് സ്പോക്കൺ ഇംഗ്ലീഷിലും നാച്ചുറലായി സംസാരിക്കുക, അല്ലെങ്കിൽ സ്പോണ്ടേനിയസ് ആയി സംസാരിക്കുക, അല്ലെങ്കിൽ ഫ്ലുവൻസി എന്ന് വിവിധ രീതിയിൽ പറയുന്നത്. ഇനി നമുക്ക് ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ തെറ്റിപ്പോകുമോ എന്ന ആശങ്കയെ പാടെ മാറ്റുവാൻ മറ്റൊരു ഉദാഹരണം കൂടെ നോക്കാം. അവൾ ആഴ്ചയിൽ റൂം ക്ലീൻ ചെയ്യാറുണ്ട്. ഇതിനെ മറ്റൊരു രീതിയിലും പറയാം. അവൾ റൂം ആഴ്ചയിൽ ക്ലീൻ ചെയ്യാറുണ്ട്. മറ്റൊരു രീതിയിലും ആഴ്ചയിൽ അവൾ റൂം ക്ലീൻ ചെയ്യാറുണ്ട്. ഇനിയും മറ്റൊരു രീതിയിൽ പറയാം. അവൾ റൂം ക്ലീൻ ആഴ്ചയിൽ ചെയ്യാറുണ്ട്. മറ്റൊരു രീതിയിൽ അവൾ റൂം ക്ലീൻ ചെയ്യാറുണ്ട് ആഴ്ചയിൽ. അവസാനമായി റൂം അവൾ ക്ലീൻ ചെയ്യാറുണ്ട് ആഴ്ചയിൽ. എന്നിങ്ങനെ 7 രീതിയിൽ പറയുവാൻ കഴിയും. ഏതൊക്കെയാണ് അവ? 1 അവൾ ആഴ്ചയിൽ റൂം ക്ലീൻ ചെയ്യാറുണ്ട്. 2 അവൾ റൂം ആഴ്ചയിൽ ക്ലീൻ ചെയ്യാറുണ്ട്. 3 ആഴ്ചയിൽ അവൾ റൂം ക്ലീൻ ചെയ്യാറുണ്ട്. 4 ആഴ്ചയിൽ റൂം അവൾ ക്ലീൻ ചെയ്യാറുണ്ട്. 5 അവൾ റൂം ക്ലീൻ ആഴ്ചയിൽ ചെയ്യാറുണ്ട്. 6 അവൾ റൂം ക്ലീൻ ചെയ്യാറുണ്ട് ആഴ്ചയിൽ. 7 റൂം അവൾ ക്ലീൻ ചെയ്യാറുണ്ട് ആഴ്ചയിൽ. ഈ 7 രീതിയിൽ സൂക്ഷ്മമായി ചിന്തിച്ചാൽ ആദ്യത്തെ 4 നമ്മൾ കോമണായി യൂസ് ചെയ്യാറുണ്ട്. 5ാമത്തെ രീതി വളരെ അപൂർവമായി ഈ ശൈലിയിൽ സംസാരിക്കാറുള്ളൂ. ചില സന്ദർഭങ്ങളിൽ സംസാരിക്കുമ്പോൾ ടൈം എക്സ്പ്രഷൻ കൃത്യമായി പ്ലേസ് ചെയ്യുവാൻ പറ്റാതെ വരും. അത്തരം സന്ദർഭങ്ങളിലാണ് 6ഉം 7ഉം പോലെ ടൈം എക്സ്പ്രഷൻ ലാസ്റ്റ് ഉപയോഗിച്ച് സംസാരിക്കാറുള്ളത്. ഇത്തരം സെന്റൻസുകളുടെ ഉപയോഗം വളരെ വിരളം ആയിരിക്കും. ചുരുക്കി പറഞ്ഞാൽ സാഹചര്യത്തിനനുസരിച്ച് മലയാളത്തെ നമുക്ക് ഫ്ലെക്സിബിളായി ഏതൊരു അവസരത്തിലും ഉപയോഗിക്കുവാൻ സാധിക്കും. ഇതുപോലെ നമുക്ക് ഇംഗ്ലീഷും ഫ്ലെക്സിബിളായും സ്പോണ്ടേനിയസ് ആയും സംസാരിക്കുവാൻ കഴിയും. ഇങ്ങനെ ഫ്ലെക്സിബിളായി സ്പോണ്ടേനിയസ് ആയി ഇംഗ്ലീഷ് സംസാരിക്കണം എന്നുണ്ടെങ്കിൽ സ്ട്രോങ് ആയ ബേസ് ഉണ്ടെങ്കിൽ മാത്രമേ ഈ ഒരു സ്കില്ല് ഡെവലപ്പ് ചെയ്തെടുക്കുവാൻ സാധിക്കുകയുള്ളൂ. ഇതിനെയാണ് ഫ്ലുവൻസി എന്ന് പറയുന്നത്. നിങ്ങൾ ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ തെറ്റിപ്പോവാൻ ചാൻസ് തീരെ ഇല്ല എന്ന് സിമന്റ് ചെയ്ത് പറയുവാനായി നമ്മൾ ഫോർമൽ ആൻഡ് ഇൻഫോർമൽ ഇംഗ്ലീഷിൽ ഒരു ഇംഗ്ലീഷ് സെന്റൻസിനെ വിവിധ രീതിയിൽ പറഞ്ഞ്
ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ തെറ്റിപ്പോകുമോ എന്ന ആശങ്കയെ നമുക്ക് ടോട്ടലി അവോയ്ഡ് ചെയ്യാം. അതിനായി നമുക്ക് ഞാൻ ഇംഗ്ലീഷ് ദിവസവും സംസാരിക്കാറുണ്ട് എന്ന മലയാള സെന്റൻസ് തന്നെ എടുക്കാം. ഐ സ്പീക്ക് ഇംഗ്ലീഷ് ഡെയിലി. ഞാൻ ദിവസവും ഇംഗ്ലീഷ് സംസാരിക്കുന്നു. ഐ സ്പീക്ക് ഇംഗ്ലീഷ് ഡെയിലി എന്നതിനെ ഐ ഡു സ്പീക്ക് ഇംഗ്ലീഷ് ഡെയിലി, ഞാൻ ദിവസവും ഇംഗ്ലീഷ് സംസാരിക്കാറുണ്ട് എന്നും ഒരേ ആശയം കണക്കാക്കി പറയാം. ഈ ഒരു ചേഞ്ചിനെ പറ്റി സിമ്പിൾ പ്രസന്റ് ടെൻസിൽ ഡീറ്റെയിൽ ആയി പഠിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ഞാൻ ദിവസവും ഇംഗ്ലീഷ് സംസാരിക്കാറുണ്ട് എന്ന് എത്ര രീതിയിൽ പറഞ്ഞു? 2 രീതിയിൽ. അവ ഏതൊക്കെയാണ്? ഐ സ്പീക്ക് ഇംഗ്ലീഷ് ഡെയിലി എന്നും ഐ ഡു സ്പീക്ക് ഇംഗ്ലീഷ് ഡെയിലി എന്നും. ഇതിനെ നമുക്ക് മറ്റൊരു രീതിയിൽ ഉപയോഗിക്കാം. ഡെയിലി ഐ സ്പീക്ക് ഇംഗ്ലീഷ്, ദിവസവും ഞാൻ ഇംഗ്ലീഷ് സംസാരിക്കുന്നു. ഡെയിലി ഐ ഡു സ്പീക്ക് ഇംഗ്ലീഷ്, ദിവസവും ഞാൻ ഇംഗ്ലീഷ് സംസാരിക്കാറുണ്ട്. ഇപ്പോൾ നമ്മൾ ഒരേ ആശയം എത്ര രീതിയിൽ പറഞ്ഞു? 4 രീതിയിൽ. ഏതൊക്കെയാണ്? ഐ സ്പീക്ക് ഇംഗ്ലീഷ് ഡെയിലി, ഐ ഡു സ്പീക്ക് ഇംഗ്ലീഷ് ഡെയിലി, ഡെയിലി ഐ സ്പീക്ക് ഇംഗ്ലീഷ്, ഡെയിലി ഐ ഡു സ്പീക്ക് ഇംഗ്ലീഷ്. IELTS പഠിക്കുന്നവർ ഈ രീതിയിൽ വേണം സ്പീക്കിംഗ് പ്രാക്ടീസ് ചെയ്യുവാൻ. ഇത് ഗ്രാമറാണ്. ഇതേ ആശയം മറ്റൊരു രീതിയിലും, അതായത് ഇൻഫോർമൽ ഇംഗ്ലീഷിലും പറയുവാൻ സാധിക്കും. ഈ രീതിയിൽ പറയുമ്പോൾ നമ്മൾ സംസാരിക്കുന്ന സ്പീഡും ടോണും ജസ്റ്റ് കൺട്രോൾ ചെയ്യുന്നു, അതായത് നമുക്ക് ഫ്ലെക്സിബിൾ ആയ രീതിയിൽ പറയുന്നു. ഇങ്ങനെ പറയുമ്പോൾ നിങ്ങളെ കേൾക്കുന്ന ആൾക്ക് കൃത്യമായ കാര്യം എന്താണെന്ന് മനസ്സിലാകും. മാത്രമല്ല നിങ്ങൾക്ക് ഇംഗ്ലീഷ് ഫ്ലുവൻസി ഉണ്ട് എന്ന് മനസ്സിലാവുകയും ചെയ്യും. എന്നാൽ ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യുന്നത് ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ തെറ്റുമോ എന്ന പേടി മാറ്റുവാനും ഇംഗ്ലീഷ് സ്പീക്കിങ്ങിൽ കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യുവാനും വേണ്ടിയാണ്. ഡെയിലി ഗ്രാമർ പ്രാക്ടീസ് ചെയ്യുക. ഫോർമൽ ഇംഗ്ലീഷ് സ്പീക്കിങ്ങിലേക്ക് ഗ്രാജുവലി ആയിത്തീരുക. ഇനി നമുക്ക് ഞാൻ ഇംഗ്ലീഷ് ഡെയിലി സംസാരിക്കാറുണ്ട് എന്ന് ഇൻഫോർമൽ രീതിയിൽ എങ്ങനെ പറയാമെന്ന് നോക്കാം. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് സ്പീക്കിംഗ് ഫ്ലോയും ടോണും ആണ്. ഐ സ്പീക്ക് ഡെയിലി ഇംഗ്ലീഷ്, ഞാൻ ദിവസവും ഇംഗ്ലീഷ് സംസാരിക്കുന്നു. ഐ ഡു സ്പീക്ക് ഡെയിലി ഇംഗ്ലീഷ്, ദിവസവും ഇംഗ്ലീഷ് സംസാരിക്കാറുണ്ട്. ഇപ്പോൾ നമുക്ക് ഒരു കാര്യം എത്ര രീതിയിൽ പറയാം? 6 രീതിയിൽ പറയാം. അവ ഏതൊക്കെയാണ്? ഐ സ്പീക്ക് ഇംഗ്ലീഷ് ഡെയിലി, ഐ ഡു സ്പീക്ക് ഇംഗ്ലീഷ് ഡെയിലി, ഐ സ്പീക്ക് ഇംഗ്ലീഷ് ഡെയിലി, ഐ ഡു സ്പീക്ക് ഇംഗ്ലീഷ് ഡെയിലി, ഡെയിലി ഐ സ്പീക്ക് ഇംഗ്ലീഷ്, ഡെയിലി ഐ ഡു സ്പീക്ക് ഇംഗ്ലീഷ്, ഐ സ്പീക്ക് ഡെയിലി ഇംഗ്ലീഷ്, ഐ ഡു സ്പീക്ക് ഡെയിലി ഇംഗ്ലീഷ്. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, സംസാരിക്കുന്ന സ്പീഡും ടോണും അല്പം മാറിയാൽ നിങ്ങൾ മനസ്സിൽ ഉദ്ദേശിക്കുന്ന ആശയം ആയിരിക്കില്ല സംസാരത്തിൽ വരുമ്പോൾ നിങ്ങളെ കേൾക്കുന്ന ആൾക്ക് തോന്നുക. അദ്ദേഹത്തിന് മറ്റൊരു അർത്ഥത്തിലായിരിക്കും അതിനെ ഗ്രഹിക്കുന്നത്. ഇവയെ ഇനിയും നമുക്ക് മറ്റൊരു രീതിയിൽ പറയാം. ഐ ഡെയിലി സ്പീക്ക് ഇംഗ്ലീഷ്, ഞാൻ ദിവസവും ഇംഗ്ലീഷ് സംസാരിക്കുന്നു. ഐ ഡു ഡെയിലി സ്പീക്ക് ഇംഗ്ലീഷ്, ഞാൻ ദിവസവും ഇംഗ്ലീഷ് സംസാരിക്കാറുണ്ട്. ഇപ്പോൾ ഒരേ ആശയത്തെ എത്ര രീതിയിൽ പറഞ്ഞു? 8 രീതിയിൽ. ഏതൊക്കെയാണ് അവ? ഐ സ്പീക്ക് ഇംഗ്ലീഷ് ഡെയിലി, ഐ ഡു സ്പീക്ക് ഇംഗ്ലീഷ് ഡെയിലി, ഡെയിലി ഐ സ്പീക്ക് ഇംഗ്ലീഷ്, ഡെയിലി ഐ ഡു സ്പീക്ക് ഇംഗ്ലീഷ്, ഐ സ്പീക്ക് ഡെയിലി ഇംഗ്ലീഷ്, ഐ ഡു സ്പീക്ക് ഡെയിലി ഇംഗ്ലീഷ്, ഐ ഡെയിലി സ്പീക്ക് ഇംഗ്ലീഷ്, ഐ ഡു ഡെയിലി സ്പീക്ക് ഇംഗ്ലീഷ്. ഇങ്ങനെ 8 രീതിയിൽ ആശയം പറഞ്ഞു. ഇൻഫോർമൽ ഇംഗ്ലീഷിൻ്റെ കേസിൽ നമ്മൾ ഇവിടെ എന്താണ് ചെയ്തത്? അതായത് ഒരൊറ്റ സ്പീഡിൽ പഠിക്കുന്ന രീതിയെ ജസ്റ്റ് ബ്രേക്ക് ചെയ്ത് സ്ലോ ആക്കി ടോണിൽ ചെറിയ ചേഞ്ചും വരുത്തുക മാത്രമാണ് ചെയ്തത്. നിങ്ങൾക്ക് തെറ്റിപ്പോകുന്നു അല്ലെങ്കിൽ സ്പീക്കിങ്ങിൽ നിങ്ങൾക്ക് തന്നെ കോൺഫിഡൻസ് തോന്നാത്തതിന് കാരണം നിങ്ങൾ ഇംഗ്ലീഷ് പഠിക്കുന്ന അതേ ഫ്ലോയിൽ അല്ലെങ്കിൽ അതേ സ്പീഡിൽ സംസാരിക്കുവാൻ ശ്രമിക്കുന്നതിനാലാണ്. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: സ്പീക്കിംഗ് ഫ്ലെക്സിബിളായ രീതിയിൽ ഉപയോഗിക്കുമ്പോൾ സ്പീക്കിംഗ് സ്പീഡും ടോണും കൺട്രോൾ ചെയ്യുവാൻ ശ്രമിക്കുക. ദാറ്റ്സ് ഇറ്റ്. ഇനി നിങ്ങൾ സ്വയം സ്ക്രൂട്ടിനൈസ് ചെയ്യുക, ഞാൻ തെറ്റ് വരുത്തുന്നുണ്ടോ എന്ന്. എൻ്റെ വ്യക്തിപരമായ രീതിയിൽ പറഞ്ഞാൽ 8 രീതിയിൽ ഏതെങ്കിലും ഒന്നിൽ കൂടിയായിരിക്കും സംസാരിക്കുക. അതുകൊണ്ട് ഹെസിറ്റേറ്റ് ചെയ്യേണ്ട, ധൈര്യമായി ഇംഗ്ലീഷ് സംസാരിച്ചോളൂ. തെറ്റ് സംഭവിക്കുവാൻ ചാൻസ് തീരെ കുറവാണ്. ഇനി നമുക്ക് മറ്റൊരു ഉദാഹരണം കൂടി നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ മനസ്സിലാക്കും. അതിനായി നമുക്ക്
അവൾ ആഴ്ചയിൽ റൂം ക്ലീൻ ചെയ്യാറുണ്ട് എന്ന മലയാള സെന്റൻസ് തന്നെ എടുക്കാം. ഷീ ക്ലീൻസ് ദ റൂം വീക്ക്ലി. അവൾ ആഴ്ചയിൽ റൂം ക്ലീൻ ചെയ്യുന്നു. ഷീ ഡസ് ക്ലീൻ ദ റൂം വീക്ക്ലി. അവൾ ആഴ്ചയിൽ റൂം ക്ലീൻ ചെയ്യാറുണ്ട് എന്നും പറയാം. ഇപ്പോൾ നമ്മൾ ഇവിടെ എത്ര രീതിയിൽ പറഞ്ഞു? 2 രീതിയിൽ. അവ ഏതൊക്കെയാണ്? ഷീ ക്ലീൻസ് ദ റൂം വീക്ക്ലി എന്നും ഷീ ഡസ് ക്ലീൻ ദ റൂം വീക്ക്ലി എന്നും. ഇതിന് മറ്റൊരു രീതിയിൽ ഉപയോഗിക്കുവാൻ കഴിയും. വീക്ക്ലി ഷീ ക്ലീൻസ് ദ റൂം. അവൾ ആഴ്ചയിൽ റൂം ക്ലീൻ ചെയ്യുന്നു. വീക്ക്ലി ഷീ ഡസ് ക്ലീൻ ദ റൂം. അവൾ ആഴ്ചയിൽ റൂം ക്ലീൻ ചെയ്യാറുണ്ട്. ഇപ്പോൾ നമ്മൾ ഒരു ആശയം എത്ര രീതിയിൽ പറഞ്ഞു? 4 രീതിയിൽ. അവ ഏതൊക്കെയാണ്? ഷീ ക്ലീൻസ് ദ റൂം വീക്ക്ലി, ഷീ ഡസ് ക്ലീൻ ദ റൂം വീക്ക്ലി, ഡെയിലി ഷീ ക്ലീൻസ് ദ റൂം, ഡെയിലി ഷീ ഡസ് ക്ലീൻ ദ റൂം എന്നിങ്ങനെ. ഈ 4 രീതിയും ഫോർമൽ ഇംഗ്ലീഷാണ്. IELTS പഠിക്കുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ രീതിയിൽ സ്പീക്കിംഗ് പ്രാക്ടീസ് ചെയ്യുവാൻ ശ്രമിക്കുക. ഇത് ഗ്രാമറാണ്. ഇനി നമുക്ക് ഇതേ ആശയത്തെ ഇൻഫോർമൽ രീതിയിൽ പറയുവാൻ ശ്രമിക്കാം. ഈ രീതിയിൽ പറയുമ്പോൾ സ്പീക്കിംഗ് സ്പീഡും ടോണും ജസ്റ്റ് കൺട്രോൾ ചെയ്യുന്നു. അതായത് നമുക്ക് ഫ്ലെക്സിബിൾ ആയ രീതിയിൽ പറയുന്നു. ഇങ്ങനെ പറയുമ്പോൾ നിങ്ങളെ കേൾക്കുന്ന ആൾക്ക് നിങ്ങൾ പറയുന്ന കാര്യം എന്താണെന്ന് വ്യക്തമായി മനസ്സിലാക്കുകയും നിങ്ങൾക്ക് ഇംഗ്ലീഷ് ഫ്ലുവൻസി ഉണ്ട് എന്ന് മനസ്സിലാക്കുകയും ചെയ്യും. എന്നാൽ ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യുന്നത് ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ തെറ്റുമോ എന്ന പേടി മാറ്റുവാനും ഇംഗ്ലീഷ് സ്പീക്കിങ്ങിൽ കോൺഫിഡൻസ് വർദ്ധിപ്പിക്കുവാനും ആണ്. ഡെയിലി ഗ്രാമർ പ്രാക്ടീസ് ചെയ്യുക. എന്നിട്ട് ഫോർമൽ ഇംഗ്ലീഷിലേക്ക് ഗ്രാജുവലി ആയിത്തീരുക. ഇനി നമുക്ക് ഇതേ ആശയം മറ്റു രീതിയിൽ കൂടെ എങ്ങനെ പറയാമെന്ന് നോക്കാം. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് സ്പീക്കിംഗ് ഫ്ലോയും ടൂണും ആണ്. ഷീ ക്ലീൻസ് വീക്ക്ലി ദ റൂം. അവൾ ആഴ്ചയിൽ റൂം ക്ലീൻ ചെയ്യുന്നു. ഷീ ഡസ് ക്ലീൻ വീക്ക്ലി ദ റൂം. അവൾ ആഴ്ചയിൽ റൂം ക്ലീൻ ചെയ്യാറുണ്ട്. ഇപ്പോൾ നമ്മൾ ഒരേ ആശയം എത്ര രീതിയിൽ പറഞ്ഞു? 6 രീതിയിൽ. അവ ഏതൊക്കെയാണ്? ഷീ ക്ലീൻസ് ദ റൂം വീക്ക്ലി, ഷീ ഡസ് ക്ലീൻ ദ റൂം വീക്ക്ലി, വീക്ക്ലി ഷീ ക്ലീൻസ് ദ റൂം, വീക്ക്ലി ഷീ ഡസ് ക്ലീൻ ദ റൂം, ഷീ ക്ലീൻസ് വീക്ക്ലി ദ റൂം, ഷീ ഡസ് ക്ലീൻ വീക്ക്ലി ദ റൂം എന്നിങ്ങനെ. ഇവയെ ഇനിയും മറ്റു രീതിയിലും പറയാം. ഷീ വീക്ക്ലി ക്ലീൻസ് ദ റൂം. അവൾ ആഴ്ചയിൽ റൂം ക്ലീൻ ചെയ്യുന്നു. ഷീ ഡസ് വീക്ക്ലി ക്ലീൻസ് ദ റൂം. ഷീ ഡസ് വീക്ക്ലി ക്ലീൻ ദ റൂം. അവൾ ആഴ്ചയിൽ റൂം ക്ലീൻ ചെയ്യാറുണ്ട്. ഇപ്പോൾ ഒരേ ആശയത്തെ എത്ര രീതിയിൽ പറഞ്ഞു? 8 രീതിയിൽ പറഞ്ഞു. അവ ഏതൊക്കെയാണ്? ഷീ ക്ലീൻസ് ദ റൂം വീക്ക്ലി, ഷീ ഡസ് ക്ലീൻ ദ റൂം വീക്ക്ലി, വീക്ക്ലി ഷീ ക്ലീൻസ് ദ റൂം, വീക്ക്ലി ഷീ ഡസ് ക്ലീൻ ദ റൂം, ഷീ ക്ലീൻസ് വീക്ക്ലി ദ റൂം, ഷീ ഡസ് ക്ലീൻ വീക്ക്ലി ദ റൂം, ഷീ വീക്ക്ലി ക്ലീൻസ് ദ റൂം, ഷീ ഡസ് വീക്ക്ലി ക്ലീൻസ് ദ റൂം. ഇങ്ങനെ 8 രീതിയിൽ. ഇവിടെ നമ്മൾ എന്താണ് ചെയ്യുന്നത്? നമ്മൾ ഇംഗ്ലീഷ് പഠിക്കുന്ന നോർമൽ ഫ്ലോയെ, അതായത് ഒരൊറ്റ സ്പീഡിൽ പഠിക്കുന്ന രീതിയെ ജസ്റ്റ് ബ്രേക്ക് ചെയ്ത് സ്ലോ ആക്കി ടോണിൽ ചെറിയ ചേഞ്ച് വരുത്തുക മാത്രമാണ് ചെയ്തത്. നിങ്ങൾക്ക് തെറ്റിപ്പോകുന്നു അല്ലെങ്കിൽ സ്പീക്കിങ്ങിൽ കോൺഫിഡൻസ് ഇല്ലാതെ വരുന്നതിന് കാരണം ഇംഗ്ലീഷ് പഠിക്കുന്ന അതേ ഫ്ലോയിൽ അല്ലെങ്കിൽ സ്പീഡിൽ സംസാരിക്കുവാൻ ശ്രമിക്കുന്നതിനാലാണ്. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം. സ്പീക്കിംഗ് ഫ്ലെക്സിബിൾ ആയ രീതിയിൽ ഉപയോഗിക്കുമ്പോൾ സ്പീക്കിംഗ് സ്പീഡും ടോണും കൺട്രോൾ ചെയ്യുവാൻ ശ്രമിക്കുക. അതുകൊണ്ട് തെറ്റിപ്പോകുമോ എന്ന ആശങ്ക പാടെ ഉപേക്ഷിക്കുക. ധൈര്യമായി ഇംഗ്ലീഷ് സംസാരിച്ചോളും. തെറ്റ് സംഭവിക്കുവാൻ സാധ്യത വളരെ കുറവാണ്. ഇനി നമുക്ക് മറ്റൊരു ഉദാഹരണത്തിലൂടെ വളരെ ഫാസ്റ്റായി ഇവ മനസ്സിലാക്കിയെടുക്കുവാൻ ശ്രമിക്കാം. ദേ വിൽ പ്രാക്ടീസ് ഫുട്ബോൾ മന്ത്ലി. അവർ മാസത്തിൽ ഫുട്ബോൾ പരിശീലിക്കും. മന്ത്ലി ദേ വിൽ പ്രാക്ടീസ് ഫുട്ബോൾ. അവർ മാസത്തിൽ ഫുട്ബോൾ പരിശീലിക്കും. ദേ വിൽ മന്ത്ലി പ്രാക്ടീസ് ഫുട്ബോൾ. അവർ മാസത്തിൽ ഫുട്ബോൾ പരിശീലിക്കും. ദേ മന്ത്ലി വിൽ പ്രാക്ടീസ് ഫുട്ബോൾ. അവർ മാസത്തിൽ ഫുട്ബോൾ പ്രാക്ടീസ് ചെയ്യും. ചുരുക്കി പറഞ്ഞാൽ സാഹചര്യത്തെ ബേസ് ചെയ്ത് ഒരേ ആശയം ഇംഗ്ലീഷിൽ ഏറ്റവും കുറഞ്ഞത് 4 അതിലധികമോ ആയി ഫ്ലെക്സിബിളായി യൂസ് ചെയ്യുവാൻ കഴിയും. അതായത് സിമ്പിൾ സെന്റൻസുകൾ ആണെങ്കിൽ കുറഞ്ഞത് 4ആയും ലെങ്തി സെന്റൻസുകൾ ആണെങ്കിൽ കുറഞ്ഞത് 8ഓളം ഫ്ലെക്സിബിൾ സെന്റൻസുകളായും ഉപയോഗിക്കുവാൻ സാധിക്കും. അതായത് ഇൻഫോർമൽ ഇംഗ്ലീഷിൽ 2 കാര്യം മാത്രമേ നമ്മൾ ചെയ്യുന്നുള്ളൂ. ഒന്നാമത് ടൈം എക്സ്പ്രഷനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി യൂസ് ചെയ്യുന്നു. രണ്ടാമത്തെ കാര്യം എന്നത്
നമ്മൾ സംസാരിക്കുമ്പോൾ ഒന്നെങ്കിൽ 2 വാക്കുകൾ ചേർത്ത് പറഞ്ഞിട്ട് 2-3 സെക്കൻഡ് ഹോൾഡ് ചെയ്യുക. എന്നിട്ട് അടുത്ത വാക്ക് സംസാരിക്കാവൂ. ഉദാഹരണമായി ദേ വിൽ മന്ത്ലി പ്രാക്ടീസ് ഫുട്ബോൾ എന്ന സെന്റൻസ് എടുക്കാം. ദേ വിൽ പറഞ്ഞിട്ട് 2 സെക്കൻഡ്സ് കഴിഞ്ഞ് മന്ത്ലി പറയുക. എന്നിട്ട് 2 സെക്കൻഡ്സ് കഴിഞ്ഞ് പ്രാക്ടീസ് ഫുട്ബോൾ എന്ന് ഒരുമിച്ച് പറയുക. ഇങ്ങനെ ഫ്ലെക്സിബിളായി യൂസ് ചെയ്യുക. ഇവയെ കൂടുതൽ പ്രാക്ടീസിലൂടെ മാത്രമേ മനസ്സിലാക്കി എടുക്കുവാൻ സാധിക്കുകയുള്ളൂ. നിങ്ങൾക്ക് സ്വയം പ്രാക്ടീസ് ചെയ്യുവാനായി ഞാൻ ഒരു ഇംഗ്ലീഷ് സെന്റൻസ് പറയാം. അവയെ നിങ്ങൾക്ക് എത്ര രീതിയിൽ ആക്കി തീർക്കാം എന്ന് കമന്റ് ബോക്സിൽ ഒന്ന് ശ്രമിച്ചു നോക്കുക. വി ക്യാൻ പ്രാക്ടീസ് ഇംഗ്ലീഷ് ഡെയിലി. നിങ്ങൾക്ക് ഈ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ നന്നായി മനസ്സിലായി എന്ന് കരുതുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് മറ്റൊരു ഇൻഫോർമേറ്റീവ് വീഡിയോയുമായി വീണ്ടും കാണാം.